ഹലോ, ഞാൻ ക്യാബിന്റെ അകത്ത് ഒരു ബോഡി ഉണ്ടെന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. ഏതായാലും ഈ 71ാം ദിവസമാണ് നമുക്കിത് ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 71 ദിവസം ആ കുടുംബത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അതെ, വളരെ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു. അപ്പോൾ 71ാമത്തെ ദിവസമാണ് നമുക്ക് ഇത് എടുക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഒരു അറ്റംപ്റ്റ് എല്ലാം നടത്താൻ വേണ്ടി കർണാടക ഗവൺമെന്റ് ചെയ്തിട്ടുള്ള സഹായം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കർണാടക ഗവൺമെന്റിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. കാരണം 71 ദിവസം തുടർച്ചയായി ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിനുവേണ്ടി നേവിയെ വിളിച്ചു, ആർമിയെ വിളിച്ചു, അതിനുശേഷം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പിന്നെ ഡൽഹിയിൽ എക്സ്പെർട്ട് ടീമിനെ വിളിച്ചു. അതുകൂടാതെ ഒടുവിലുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള പ്രയാസമാണ്. ആദ്യം 40 ലക്ഷമാണ് ആദ്യം ഇവർ പറഞ്ഞതിന്റെ റെന്റ്, പിന്നീട് 90 ലക്ഷമായി ഉയർന്നു. ഒരു കൺഫ്യൂഷനായി ഒടുവിൽ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ പോയി മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ട് അതിന് അനുവാദം വാങ്ങിയ ശേഷമാണ് അന്ന് തന്നെ കലക്ടറെ വിളിച്ച് പറഞ്ഞു കാശ് പ്രശ്നമാക്കേണ്ട, അടിയന്തരമായ ഡ്രഡ്ജർ വരണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഡ്രഡ്ജർ 2 ദിവസം മുമ്പ് എത്തിയത്. ഏതായാലും നമുക്ക് ഈ വണ്ടി കണ്ടെത്താനും അർജുന്റെ ബോഡി കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ നമ്മളൊരു സമാധാനമാണ് ഇപ്പോഴും. കാരണം ആ കുടുംബത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളുള്ള പ്രയാസം, വിഷമം കണ്ടെത്തുക എന്നുള്ളത് എന്താ നടന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ എം കെ രാഘവൻ എം പി, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് നേരിട്ട് ലഭിച്ച വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവിടെ നേരിട്ട് ഞാനിപ്പം അവിടെയുള്ളവരുമായി സംസാരിച്ചു. അവർ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ലോറിയുടെ ക്യാബിൻ ഉൾക്കൊള്ളുന്ന ഭാഗം എടുത്തു. അതിനകത്ത് ബോഡി ഉണ്ടെന്ന് കൺഫേം ചെയ്തു അവർ. ഇനി ബോഡി എടുക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നവർ, പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ്. അതിനുശേഷം സാധാരണ ആവശ്യമായിട്ട് മറ്റ് പ്രൊസീജിയറൽ വർക്ക് നടത്തണം. അപ്പൊ അതിന് സമയമെടുക്കും. ഏതായാലും ബോഡി എടുക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. ബോഡി എടുക്കട്ടെ, അതിനുശേഷം പറയും. റൈറ്റ്. ഒരു കാര്യം കൂടി ശ്രീ എം പി, നമ്മൾ ഇനി എന്താണ്, നമ്മൾ അർജുന്റേതാണ് സ്ഥിരീകരിച്ചാൽ ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പോസ്റ്റ്മോർട്ടത്തിന് പോകണം. ബോഡി എങ്ങനെയാണ് ബോഡിയുടെ അവസ്ഥ നമുക്ക് അറിയില്ല. ചിലപ്പോ പിന്നെ DNA ടെസ്റ്റ് വേണ്ടി വരുന്നത് എനിക്കറിയില്ല. പക്ഷെ ഏതായാലും പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നമുക്ക് തുടർന്ന് നാട്ടിലേക്ക് ഇത് നമുക്ക് ഈ കൊണ്ടുവരാൻ സാധിക്കുക. ശരി, വളരെ നന്ദി. എന്തായാലും താങ്കളും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പ്രയത്നത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മാതൃകാപരമാണ് കേരളത്തിലെ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വളരെ നന്ദി ശ്രീ എം കെ രാഘവൻ എം പി പ്രതികരിച്ചതിന്.